എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമല്ലേ പച്ചടി. ഇന്ന് ബീട്രൂട്ട് വെച്ചാണ് പച്ചടി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി ഞാൻ ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് ബീട്രൂട്ടാണ്. 3 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതേ വലുപ്പത്തിലുള്ള 3 ബീട്രൂട്ടാണ് എടുത്തത്. ഇത് ഞാനിനി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത ബീട്രൂട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രം കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി വേവാൻ ആവശ്യമായത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് അമർത്തി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേകുമ്പോഴേക്ക് നമുക്കതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതൊന്നു കൂടി ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അരച്ച് വെച്ച അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ നിന്ന് മുഴുവൻ അരപ്പ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗമാകുന്ന പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്നു കൂടി അമർത്തി വെച്ചിട്ട് ഈ തേങ്ങയ്ക്ക് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീട്രൂട്ടിലെ തേങ്ങയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചെടുക്കുകയാണ്, ഇതൊന്ന് ആറി കിട്ടാനായിട്ട്. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ല കട്ട തൈരാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തത്. അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള മോരാണിത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പച്ചടിയിൽ ഒരു അല്പം മോര് ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല കളർഫുള്ളായ നല്ല ടേസ്റ്റിയായ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു വറവ് റെഡിയാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാനതിലേക്ക് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് മൂത്ത് വന്നപ്പോൾ നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.